കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തനി നാടൻ മട്ടൻ കറിയുടെ റെസിപ്പിയുമായാണ്. ഇത് കുക്കറിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള വഴറ്റുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാള ഒന്ന് വഴന്ന് കിട്ടുന്ന സമയം വരെ നമുക്കിത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണിത്. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇത് കുക്കറിലല്ലാതെ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പാനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം കൂടുതൽ ആവശ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഈ തക്കാളിയുടെയും ഉള്ളിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നീട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ്റെ പീസ് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാരുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു 2 മിനിറ്റ് സമയമെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർക്കുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ മട്ടൻ്റെ പീസ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കർ അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മട്ടൺ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യത്തെ 1 വിസിൽ വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 3 വിസിൽ വരുന്ന സമയം വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന മട്ടൺ അനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈം എല്ലാം വ്യത്യാസപ്പെടാം. മട്ടൺ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചോറ് വെക്കുന്ന അരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വെള്ള അരിയോ അല്ലെങ്കിൽ മട്ടയരിയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരി ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇതിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അരി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുക മാത്രമല്ല കറിക്ക് നല്ലൊരു രുചിയും കിട്ടുന്നതാണ്. അപ്പോൾ അരി ഏകദേശം ഒരു കളർ മാറി ഒരു ചുവന്ന കളറായി തീരുന്ന സമയം വരെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിയതിന് വരുന്നവരെ നമുക്ക് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരി വറുത്ത ശേഷം തേങ്ങ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുക മാത്രമല്ല
കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ അരിയും ജീരകമെല്ലാം ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഒരു 5 അല്ലി ചെറിയ ഉള്ളി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ചെറിയുള്ളിയും ചേർത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ കളറെല്ലാം മാറി തുടങ്ങുന്ന ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു തവ ഉപയോഗിച്ച് നിങ്ങൾക്ക് മട്ടൻ എല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മട്ടൻ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ തീയിൽ കടന്ന് നന്നായിട്ട് തിള വരുന്ന സമയം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആ കുരുമുളക് ചതച്ചത് ചേർക്കുന്ന സമയത്ത് ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ കറി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് താളിച്ച് ചേർത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് താളിക്കാനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ഉള്ളി നന്നായി കളർ മാറുന്ന സമയം വരെ നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ ഉള്ളിയുടെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.